ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. പോലീസ് പിടിച്ചു കൊടുക്കണ്ടെങ്കിൽ ഇറങ്ങി പോടി. വേണ്ട. അച്ഛാ, ഇപ്പൊ എങ്ങനെയുണ്ട്? അച്ഛനൊന്നുമില്ല മോളെ, ഐ ആം ഓക്കേ. ഏതായാലും വലിയൊരു ആപത്തിന്നാ അച്ഛൻ രക്ഷപ്പെട്ടത്. ജീവിക്കാൻ യോഗം കിടക്കുമ്പോ കാലം എന്ത് ചെയ്യാൻ പറ്റും? ഈ നേരം വരെ വയറ്റിലൂടെ സോപ്പ് പത കയറ്റി വിടുകയായിരുന്നു. അതുകൊണ്ട് നല്ല ക്ഷീണമുണ്ട്. TV വാർത്ത കണ്ടില്ലേ? മുൻ MLA-ക്ക് ഭക്ഷ്യവിഷബാധയെന്ന്. ഇനി രാവിലെ ആരോഗ്യ വകുപ്പുകാരൊക്കെ കയറി വരുമോന്തോ. അതെ, നല്ല വിശപ്പുണ്ട്. വയറ് മുഴുവൻ കാലിയായിട്ട് കിടക്കുകയല്ലേ. സുമേ, കട്ടിക്ക് എന്തെങ്കിലും കഴിക്കാൻ എടുക്കടി. 2-3 ദിവസം ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചാൽ മതി എന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? എന്നാലും ഞാൻ ആലോചിക്കുന്നത്, എനിക്കിങ്ങനെ ഭക്ഷ്യവിഷബാധ ഉണ്ടായെന്ന. അതിൻ്റെ ഇടയിൽ ആ മണ്ടൻ ഡോക്ടറുടെ ഒരു ചോദ്യം, വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യാനായിട്ട് വല്ല കുടുംബ പ്രശ്നങ്ങളോ മറ്റോ ഉണ്ടോന്നോ. എന്റെ മാനം പോയി. അപ്പോ അത്രയ്ക്കും വിഷം ഉള്ളി ചെന്നിട്ടുണ്ടെന്നാ അതിനർത്ഥം. അതിന് നിസ്സാര കരുതണ്ട. അച്ഛൻ കഴിച്ച ആഹാരത്തിൽ വിഷം കലരണമെങ്കിൽ അതാരെങ്കിലും മനഃപൂർവ്വം ചെയ്തതായിരിക്കും. ഹരിത പറഞ്ഞത് ശരിയാ. ഭക്ഷ്യവിഷബാധയാണെങ്കിൽ കഴിച്ച എല്ലാവരെയും ബാധിക്കണമല്ലോ. ഇത് അച്ഛനെ മാത്രം ലക്ഷ്യമാക്കി ആരോ ചെയ്തതാ. അച്ഛൻ ഉറങ്ങാൻ നേരം കുടിച്ച പാലില് വിഷം കലർന്നതാവാനാ സാധ്യത. അങ്ങനെയാണെങ്കിൽ അതുണ്ടാക്കിയത് ഈ നിൽക്കുന്ന വന്ദനെ. ഇവളത് ചെയ്യുന്നവളാ. വിദ്യ, അനാവശ്യം പറയരുത്. അമ്മയ്ക്ക് അറിയാഞ്ഞിട്ടാ. ഉള്ളില് പക വന്ന ഈ നിൽക്കുന്ന ഇവള് അവസരം നോക്കി പക വീട്ടും. എന്റെ വയറ്റിലെ കുഞ്ഞിനെ നശിപ്പിച്ചതുപോലെ പിഞ്ചു കുഞ്ഞിനെ വയറ്റിൽ വെച്ച് നശിപ്പിക്കാൻ മടിയില്ലാത്തവള് എന്തും ചെയ്യും. അച്ഛനെ കൊല്ലാനായിരുന്നു നിന്റെ പ്ലാൻ? ഞാനൊന്നും ചെയ്തിട്ടില്ല. ആരെയും കൊല്ലാനൊന്നല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. പിന്നെന്താ, എന്റെ അച്ഛൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചാണോ? ഒരു കാരണവശാലും നീ അറിയാതെ പാലിൽ വിഷം ചേരില്ല. ഇലക്ഷനൊക്കെ വരാൻ പോവല്ലേ. കരുണാകരക്കുറിപ്പ് ഇല്ലാതാകുമ്പോ പിന്നെ ജഗനാകും MLA സ്ഥാനം. സഹതാപ വോട്ടും കൂടി ആവുമ്പോ ജയം ഉറപ്പായില്ലേ. ഗതിയില്ലാതെ കയറി വന്നവൾക്ക് ചുളുവിന് MLA-യുടെ ഭാര്യ ആവാലോ. ഇവള് പഠിച്ച കളിയാ. അച്ഛൻ എന്തോ ഒന്നും മിണ്ടാത്ത? അച്ഛനെന്താ ഇവള് പേടിയാണോ? ആവശ്യമില്ലാതെ ഇവിടെ പ്രശ്നം ഉണ്ടാക്കരുത്. വന്ദന ഒരിക്കലും അത് ചെയ്യില്ല. എനിക്കറിയാം വന്ദനെ. അമ്മയ്ക്ക് ഇളയ മകനോട് അല്പം ലാളന കൂടുതലായതുകൊണ്ട് തോന്നുന്നതാ. ഇനി ഇവളിവിടെ നിന്നാ അധികം വൈകാതെ അച്ഛനെ വെള്ള പതപ്പിച്ച് കിടത്താം. ജിതേന്ദ്ര, ഏയ് ഇറങ്ങടി വീട്ടിൽ നിന്ന്. ഇറങ്ങാൻ. ഇറങ്ങടി. എനിക്ക് എന്റെ അച്ഛന് ജീവനോട് വേണം. പറഞ്ഞത് കേട്ടില്ലേ? ഇറങ്ങി പോടി. വേണ്ട വേണ്ട, വിട്ടേക്ക്. കാളയെല്ലാവരും ഈ കാര്യത്തിൽ അച്ഛൻ ഇടപെടണ്ട. ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛനെ വേണം. ജഗം വരട്ടെ. ഇറങ്ങി പുറത്ത്. എന്റെ കുഞ്ഞിനെ കൊന്നത് പോരാഞ്ഞിട്ട്
നിനക്ക് എന്റെ അച്ഛനെ കൂടി കൊല്ലണോ? ഇവളെയൊക്കെ കൊലപാതക ശ്രമത്തിന് ജയിലിൽ അടക്കേണ്ടതാ. ഇറങ്ങി പോടി ഇവിടുന്ന്. വേണ്ട, പോലീസ് പിടിച്ചു കൊടുക്കണമെങ്കിൽ ഇറങ്ങി പോടി. ഇറങ്ങി ഇങ്ങോട്ട്. വേണ്ട. ഇവളുടെ സാന്നിധ്യം ഈ ഭവനത്തിലെ തീരാശാപങ്ങളെ തടയുന്നു. ഈ വീട്ടിലെ അനർത്ഥങ്ങൾ ഒഴിവാക്കി തരുന്നവളാണ് ഇവൾ. അപമൃത്യു ഫലം. മരണം വരിക്കുന്നതും മരണം വരുത്തുന്നതും ഇതേ മേൽക്കൂരയ്ക്കുള്ളിലുള്ളവർ തന്നെ. വന്ദനെ ഇറക്കി വിടാൻ പാടില്ലായിരുന്നു. സുമേ, നടന്നൊക്കെ വെച്ച് നോക്കുമ്പോ നമ്മുടെ സ്വാമിജി പറഞ്ഞ സത്യമാ. മരണം വരിക്കുന്നതും മരണം വിധിക്കുന്നതും ഒരേ മേൽക്കൂരയ്ക്ക് കീഴിലുള്ളവർ. ഇവിടെ ഒരു മരണം വിധിക്കപ്പെട്ടതായിരുന്നു. ഈ കരുണാകരക്കുറുപ്പിന്റെ മരണം വിഷം കലർന്നത് ആ പാലിൽ തന്നെയാ. അതെനിക്ക് തന്നത് വന്ദനയും. വന്ദന ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. എനിക്കറിയാം സുമേ,